നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം മഞ്ചേരിയിൽ കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ മുഹമ്മദ് കോയ എന്ന വ്യക്തിയെ നിഷ്കരുണം വധിച്ച ശങ്കരനാരായണൻ എന്ന കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. ശങ്കരനാരായണൻ എന്ന ധീരനായ അച്ഛന് പ്രണാമമർപ്പിക്കുന്നു. ഒപ്പം കേസിൻ്റെ നാൾ വഴി 2001 ഫെബ്രുവരി മാസം വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അയൽവാസിയായ മുഹമ്മദ് കോയ എന്ന വ്യക്തി കൃഷ്ണപ്രിയയും കാത്തുനിന്നു. കൃഷ്ണപ്രിയ എന്ന ആ പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ഇത് അറിഞ്ഞ ശങ്കരനാരായണൻ എന്ന അച്ഛൻ അന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. മുഹമ്മദ് കോയ എന്ന വ്യക്തിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അങ്ങനെ കേസിന് നടന്നു. കേസ് വിജയിക്കുകയും മുഹമ്മദ് കോയ എന്ന വ്യക്തി ജയിലിലാവുകയും ചെയ്തു. എന്നാൽ തക്കം പാർത്തിരുന്ന ശങ്കരനാരായണൻ മുഹമ്മദ് കോയ പരോളിനിറങ്ങുന്നതും നോക്കിയിരുന്നു. മുഹമ്മദ് കോയ 2002 പരോളിനിറങ്ങിയതോടുകൂടി ശങ്കരനാരായണനും കൂട്ടുകാരും ചേർന്ന് മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊലപ്പെടുത്തി കിണറ്റിലുപേക്ഷിച്ചു. ഇതിനായി ഉപയോഗിച്ച നാടൻ തോക്ക് കണ്ടെടുത്തു. 2 ദിവസങ്ങൾക്ക് ശേഷം ശങ്കരനാരായണൻ കൊലപ്പെടുത്തിയ മുഹമ്മദ് കോയ ശങ്കരനാരായണൻ്റെ കിണറ്റിനുള്ളിൽ നിന്നും ബോഡി കണ്ടെടുത്തു. ശങ്കരനാരായണൻ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിന് വ്യക്തമായി. അതിനാൽ തന്നെയും ശങ്കരനാരായണനെ ജയിലിലടയ്ക്കാൻ തീരുമാനമായി. ശങ്കരനാരായണൻ ജയിലിലായി. പക്ഷേ ഹൈക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മതിയായ തെളിവുകളില്ലെന്നുള്ള കാരണത്താൽ നീതി ശങ്കരനാരായണൻ ലഭിച്ചു. ശങ്കരനാരായണൻ വെളിയിലിറങ്ങി. ജയിൽ മോചിതനായി പുറത്തിറങ്ങാൻ സാധിച്ചു. അങ്ങനെ തൻ്റെ മകൾക്കു വേണ്ടിയിട്ട് നീതി നടപ്പാക്കിയ ഒരു അച്ഛനായിട്ടാണ് ശങ്കരനാരായണനെ കേരളം കാണുന്നത്. ബലാത്സംഗങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ അപ്പനമ്മമാരുടെ നെഞ്ചിൽ തീയാണ്. തൻ്റെ മക്കൾ ഈ ലോകത്ത് സുരക്ഷിതരല്ലല്ലോ എന്നുള്ള ആശങ്ക. നീതിയില്ലാത്ത നിയമത്തെ ഓർത്ത് വ്യസനിക്കാതെ ശങ്കരനാരായണനെ പോലെ നീതി നടപ്പാക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്ന് പല കേസുകളിലും ഓരോരുത്തർ ആവശ്യപ്പെടുന്നത് കാണാം. നീതി നടപ്പാക്കിയ തൻ്റെ മകളോടുള്ള സ്നേഹം വെളിവാക്കിയ അച്ഛന് പ്രണാമമർപ്പിക്കുന്നു. ഇതുപോലുള്ള അച്ഛന്മാർ ഈ ലോകത്തുണ്ടെങ്കിൽ മക്കൾ സുരക്ഷിതരായി ജീവിച്ച് മരിച്ചെന്നാലും അവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും. കാട്ടാളന്മാരായിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ശങ്കരനാരായണൻ എന്ന അച്ഛനെ പോലുള്ളവർ തയ്യാറായി. എങ്കിൽ ഇതുപോലെ കേരളം ഇനിയും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് ശങ്കരനാരായണൻ. 2, 3, 5 വയസ്സുള്ള പെൺമക്കൾ അതിദാരുണമായി ബലാത്സംഗത്തിനിരയാകുമ്പോൾ കണ്ടു നിൽക്കാനേ ചില മാതാപിതാക്കൾക്ക് സാധിക്കുന്നുള്ളൂ. നിയമം ഒരു വഴിക്കൂടെ നടക്കുന്നു. പ്രതികൾ പുറത്തിറങ്ങി വിലസി നടക്കുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കാൻ സ്നേഹമുള്ള ഒരച്ഛനും അമ്മയ്ക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ നടപ്പിലാക്കിയത് ശരിയായിട്ടുള്ള നീതിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ശങ്കരനാരായണൻ തൻ്റെ മകൾക്കു വേണ്ടി ചെയ്തത്, തൻ്റെ മകളെ വാനോളം സ്നേഹിച്ച, അത്രത്തോളം ചെറിയ പ്രായത്തിൽ 7ാം ക്ലാസ് മാത്രം പ്രായമുള്ള പ്രായത്തിൽ തൻ്റെ മകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ മുഹമ്മദ് കോയയെ കൊലപ്പെടുത്തുന്നതിന് ശങ്കരനാരായണന് സാധിച്ചു. മനുഷ്യരുടെ മനസ്സിൽ 2 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ചെയ്തത് ശരിയാണോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിയമമൊക്കെ ഈ നാട്ടിലുള്ളതല്ലേ? ഇവിടെ നിയമത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്കൂടെ നടക്കും. ശങ്കരനാരായണൻ തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്തു. അവിടെ ഹൈക്കോടതിയും അത് ശരിവെക്കുകയാണ് ചെയ്തത്. മനസാക്ഷിയുള്ള ഹൈക്കോടതി ശങ്കരനാരായണനൊപ്പം നിന്നു. തെളിവുകളില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരനാരായണനെ ജയിൽ മോചിതനാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് ഈ മനുഷ്യന് സാധിച്ചു. നല്ലൊരച്ഛൻ എന്ന നിലയിൽ പേരെടുത്ത ഒരു വ്യക്തിയാണ്. ഏവരുടെയും മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു പേരാണ് ശങ്കരനാരായണൻ. നീതിക്കൊപ്പം നിൽക്കുന്ന, മക്കളുടെ നീതിക്കൊപ്പം നിന്ന ഒരു യഥാർത്ഥ മനുഷ്യനായിട്ടാണ്, യഥാർത്ഥ അച്ഛനായിട്ടാണ് ശങ്കരനാരായണനെ കേരളം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2001 മലപ്പുറം മഞ്ചേരിയിൽ നടന്ന തൻ്റെ മകളുടെ ബലാത്സംഗത്തിന് നീതി 2002 തന്നെ നേടിക്കൊടുക്കാൻ അച്ഛന് സാധിച്ചു. പരോളിൽ ഇറങ്ങി അന്ന് തന്നെ കൊലപ്പെടുത്താനായിട്ട് ശങ്കരനാരായണന് സാധിച്ചു എന്നുള്ളത് വളരെ
നല്ലൊരു കാര്യമാണ്. കാരണം അനേകം പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രതികളുടെ പേരുകൾ അറിഞ്ഞാലും പ്രതികളെ നേർമുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്താലും യാതൊരുവിധ നീതി നടപ്പിലാക്കാതെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കുന്ന ചില ദാരുണമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നീതി ആർക്കും ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൗമ്യ വധക്കേസ്, സൗമ്യയ്ക്ക് നീതി ലഭിച്ചില്ല. ഇതുപോലെ എടുത്തു പറയത്തക്ക അനേകം കേസുകൾ ഈ കേരളത്തിൽ പെൺമക്കൾക്കെതിരെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശങ്കരനാരായണനെ മലയാളികളുടെ മനസ്സിൽ അഭിമാനപൂർവ്വം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മകൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് അത്രയേറെ ശ്രമിച്ച കഴിഞ്ഞ ഒരു അച്ഛനായിട്ട് ആളുകൾ അംഗീകരിച്ചു കൊണ്ട് കഴിഞ്ഞു. ഇന്ന് വാർദ്ധക്യം മൂലം അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. അച്ഛന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഒപ്പം മകൾക്ക് വേണ്ടി പോരാടിയ അച്ഛന് സ്നേഹാദരം.